അടുത്തൊരു കാറ്റഗറി, അതായത് ഒരു 10 to 14 വരെയാണെങ്കിൽ, അപ്പം ആ ഒരു എൻ്റെ എക്സ്പീരിയൻസ് റേഞ്ച്. അപ്പം അതെ അതെ അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്കിൽസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? എക്സ്പെക്ടേഷനിൽ നമ്മുടെ റെസ്യൂമിലുള്ള ടെക്നിക്കൽ സ്കിൽസിൽ നമ്മൾ അത്യാവശ്യം പ്രൊഫഷണൽ അല്ലെങ്കിൽ എക്സ്പെർട്ട് എന്ന രീതിയിൽ തന്നെ എക്സ്പെർട്ട് ആയിരിക്കണം. എക്സ്പീരിയൻസ് അതായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ എന്ന് പറഞ്ഞാൽ അതും കൂടെ നമ്മൾ കുറച്ച് ബിഹേവിയറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂസിൽ എക്സ്പെക്ട് ചെയ്യാം. അതായത് നമ്മൾ ഒരുപാട് റിയൽ ടൈം സിറ്റുവേഷൻസ് അവർ കുറെ സിനാരിയോ ബേസ്ഡ് തന്നിട്ട് ഇങ്ങനെ ഒരു സിനാരിയോ വന്നാൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്ഷൻ ഇഷ്യൂ വന്നു, അപ്പോൾ നമ്മുടെ ടീമിന്റെ മിസ്സാണ്, അപ്പൊ നിങ്ങൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ആഡോക്ക് ആയിട്ട് കുറച്ച് ടെസ്റ്റിംഗ് വന്നു, പക്ഷെ ടീമിൽ സഫീഷ്യന്റ് റിസോഴ്സസ് ഇല്ല, അപ്പൊ അതെങ്ങനെ, അപ്പോൾ വീക്കെൻഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അതായത് ഒരു പുട്ടിംഗ് കൈൻഡ് ഓഫ് സ്പോട്ട്, ബട്ട് ഹൗ വി ആൻസർ ഇറ്റ്. എന്താ ഇതൊക്കെ നമ്മൾ റിയൽ ടൈം ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്. ശരിക്കും അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അറിയാം ഇവർ ആക്ച്വലി വർക്ക് ചെയ്തിട്ടുണ്ടോ. എക്സാക്ട്ലി. നമുക്ക് അതേ പറഞ്ഞത് റെസ്യൂമിൽ ഫേക്ക് ചെയ്താൽ അത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇന്റർവ്യൂസിൽ കണ്ടുപിടിക്കാൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതെ. അപ്പോൾ അത് മാത്രമല്ല നമ്മൾ അത് ഒരിക്കലും ചെയ്യരുത്. എന്താ വെച്ചാൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി അവിടെ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ നമ്മളെ കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, എനിക്ക് തന്നെ അറിയാം പഴയ കമ്പനീസിൽ അങ്ങനെ ഫേക്ക് എക്സ്പീരിയൻസ് വെച്ച് കയറി ഒരുപാട് ആൾക്കാരെ പഴയ കമ്പനീസിലൊക്കെ ലേ ഓഫ് അല്ലെങ്കിൽ ടെർമിനേറ്റ് ഒക്കെ ചെയ്ത് കുറെ സിറ്റുവേഷൻസ്, അങ്ങനെ ടെർമിനേഷൻ ഇന്റർവ്യൂ വരെ എടുക്കേണ്ട സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായി. ടു എൻഷുർ ദാറ്റ് ദേ വർ ലൈയിങ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഇന്റർവ്യൂ ടൈമിൽ തന്നെ അറിയില്ല എന്ന് പറയാം.